അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളെ താക്കൂർഗഞ്ച് മാർക്കറ്റിലേക്കുള്ള മെയിൻ റോഡ്. ഇന്ന് നല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ, ഇഷ്ടം പോലെ വണ്ടി ഉണ്ട്. എന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് നടക്കുന്ന ദിവസമാണ്. ആഴ്ചയിൽ 2 ദിവസമാണ് ഞങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാവുക, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ വെച്ച് മാർക്കറ്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സൈഡിൽ കാണുന്ന ഐസ്ക്രീം വണ്ടി പാച്ചുവിന്റെ കണ്ണുപെട്ടത്. പിന്നെ ചോക്കോബാർ കിട്ടാതെ ഒരടി മുന്നോട്ട് വെക്കൂല എന്നുള്ള അവസ്ഥയിലായി പാച്ചു. അപ്പൊ നമ്മള് ഒരു ചോക്കോബാർ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കടന്ന് ഈ റോഡ് ഉണ്ടല്ലോ, ഇതിന്റെ 2 സൈഡിലും ആൾക്കാർ കുത്തിരുന്നിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചങ്ങായി തൂക്കി കൊടുക്കണ ഈ സാധനം ഉണ്ടല്ലോ, കൈപ്പങ്ങ, ഇതിന് ഹിന്ദിയിൽ പറയാ കരകളാന്നാ. അപ്പൊ ഇതിന്റെ പേര് വെക്കുമ്പോ നമുക്ക് നാട് ഇങ്ങനെ ഓർമ്മ വരും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അന്തം മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാച്ചു ആ നല്ല രസമുള്ള ഐസ്ക്രീം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കച്ചവടമുണ്ട്. ഏറ്റവും കൂടുതൽ കാണുന്നത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇതാണ് ആ സൈഡ് വലിവ്. കുറച്ച് ഫാൻസി വളകളൊക്കെ കൂട്ടിയിട്ടുണ്ടപ്പോൾ കെട്ടിയൊക്കെ ഭയങ്കര ആഗ്രഹം അതൊന്ന് ഇട്ടോക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവനാന് കൈപ്പാകുള്ള സാധനമൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി. ഒരുപാട് കളറ് വളകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും പലതും കുപ്പി വളകളാണ്, ചിലതൊക്കെ പ്ലാസ്റ്റിക് വളകളാണ്. അങ്ങനെ പാകമുള്ളതും രസമുള്ളതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞങ്ങൾ മൊത്തത്തിലൊരു 12 വളകൾ വാങ്ങി. ഈ കൈമ കാണുന്ന കളറാണ് വാങ്ങിയത്. മൊത്തത്തിൽ 30 രൂപയായി. പിന്നെ വീണ്ടും ഞങ്ങൾ അന്തം വിട്ട് നടക്കൽ തുടർന്നു. അങ്ങനെ ഒരു പഴക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. ഇവിടെ സുമാറ് വിലയാണ് പറയാം, തൂക്കത്തിനൊന്നല്ല വില. ഇയാളെ കയ്യിലുള്ള ഈ സാധനത്തിന് 60 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 30 രൂപക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഒരു 8 പഴമുള്ള ഒരു ചെറിയ ചെറുപ്പെടുത്ത് തന്നു. അതിന് 30 രൂപയാണ്. പിന്നെ നല്ല ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്ന ഒരു പയ്യന്റെ അടുത്ത് നിന്ന് നമ്മൾ കുറച്ച് കക്കരിക്ക വാങ്ങി. ആള് ഭയങ്കര സംസാരപ്രിയനാണ്. അടുത്തത് തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സിന്റെ കടകളുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ നാളികേരത്തിനൊക്കെ 50 രൂപയാണ് വില. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ സ്റ്റോപ്പ് ഞങ്ങൾ സ്കൂളിലേക്ക് സ്റ്റേഷനറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്താണ്. അവിടെ എത്തിയപ്പോൾ പാച്ചു ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. കാര്യമൊന്നുമല്ല, ഉരുട്ടി ചപ്പാത്തി ഉരുട്ടണ പോലെ ഉരുട്ടി ഉണ്ടാക്കുന്ന ഒരു ക്ലേന്റെ ഒരു സെറ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വന്ന സമയത്ത്. ഇത് അവന്റെ കയ്യിൽ കിടക്കുന്ന അവസാനമാണ്. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ, സംഗതികളൊക്കെ തീർന്നു. ഞാൻ പോകുന്നു. ബൈ.